Hi guys, welcome to William IS Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ലക്ഷ്മികാന്ത് ഇന്ത്യൻ പൊളിറ്റിയുടെ ലെക്ചർ 4 ആണ്. ഓക്കെ, ലെക്ചർ 4ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീറ്റോ പവർ ഓഫ് ദ പ്രസിഡൻ്റ് ആണ്. പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെക്ചർ 4 നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവറിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് വീറ്റോ എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് ഓഫ് ഓൾ, വീറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ റൈറ്റ് ടു റിജക്റ്റ് എന്നാണ്. ഓക്കെ, റൈറ്റ് ടു റിജക്റ്റ്. ഓക്കെ, റൈറ്റ് ടു റിജക്റ്റ് ആണ് വീറ്റോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നിരസിക്കുവാൻ വേണ്ടിയുള്ള അധികാരം, അതാണ് വീറ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, എന്താണ്? റൈറ്റ് ടു റിജക്റ്റും, നിരസിക്കുവാൻ വേണ്ടിയുള്ള അധികാരം. ഓക്കെ, ഒരു ബില്ല്, ഒരു ബില്ല് വരിക. ഓക്കെ, ആ ബില്ല് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നിയമമാകുന്നത്? അത് നിയമമാകുന്നത് പ്രസിഡൻ്റ് അതിനകത്ത് സൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്താകുന്നത്? അതൊരു നിയമമാകുന്നത്. ഓക്കെ, പ്രസിഡൻറ്റ് അതിൽ സൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ വീറ്റോനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 111 ഓക്കെ, ആർട്ടിക്കിൾ 111 വീറ്റോനെ കുറിച്ച് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? പ്രസിഡൻറ്റിൻ്റെ വീറ്റോ പവറിനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 111. ഓക്കെ, സോ ആർട്ടിക്കിൾ 111 വീറ്റോനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, എത്ര തരത്തിലുള്ള വീറ്റോകളുണ്ട്? വീറ്റോകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഓക്കെ, വീറ്റോകളെ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഒന്ന് ആബ്സലൂട്ട് വീറ്റോ. ഓക്കെ, 2 സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, സസ്പെൻസീവ് വീറ്റോ, 2 സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, 3 പറയുന്നത് പോക്കറ്റ് വീറ്റോ. ഓക്കെ, സോ ഈ 3 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉള്ള വീറ്റോകളാണ്. ഓക്കെ, ഈ 3 എന്ന് പറയുന്നത്. 4മതൊരു വീറ്റോ ഉണ്ട്, അതാണ് ക്വാളിഫൈഡ് വീറ്റോ. ഓക്കെ, ക്വാളിഫൈഡ് വീറ്റോ ഇത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന്, സോ ഞാൻ നേരത്തെ പ്രധാനമന്ത്രി തോന്നുന്നു. ഓക്കെ, പ്രധാനമന്ത്രി എന്നുണ്ടെങ്കിൽ കറക്ഷൻ ഉണ്ട്. ഓക്കെ, പ്രസിഡൻ്റ് ആണ്. ഓക്കെ, 4മതെന്ന് പറയുന്നത് ക്വാളിഫൈഡ് വീറ്റോ. ഓക്കെ, ക്വാളിഫൈഡ് വീറ്റോ. ഇങ്ങനെ 4 തരത്തിലുള്ള വീറ്റോകളാണുള്ളത്. അതിൽ ഈ 3 നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് അവൈലബിൾ അല്ലാത്ത വീറ്റോ ആണ്. ഓക്കെ, സോ ഇന്ത്യൻ പ്രസിഡൻറ്റിന് എത്ര വീറ്റോകളാണ് കൈവശമുള്ളത്? 3 തരത്തിലുള്ള വീറ്റോകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആബ്സലൂട്ട് വീറ്റോ, 2 പറയുന്നത് സസ്പെൻസീവ് വീറ്റോ, 3 പറയുന്നത് പോക്കറ്റ് വീറ്റോ. ഇത് കൂടാതെ മറ്റൊരു വീറ്റോ ഉണ്ട്, അത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് അവൈലബിൾ അല്ല, അതാണ് ക്വാളിഫൈഡ് വീറ്റോ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ അതിൽ ഒന്നാമത്താണ് ആബ്സലൂട്ട് വീറ്റോ. ഓക്കെ, ആബ്സലൂട്ട് വീറ്റോ. ഓക്കെ, ഒന്നാമത്താണ് ആബ്സലൂട്ട് വീറ്റോ. ആബ്സലൂട്ട് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഇത്രയേ ഉള്ളൂ, നോ റെസ്ട്രിക്ഷൻ. ഓക്കെ, നോ റെസ്ട്രിക്ഷൻ. പ്രസിഡൻറ്റിന് ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യാൻ പറ്റുന്ന വീറ്റോ പവറാണ് ആബ്സലൂട്ട് വീറ്റോ. പ്രസിഡൻറ്റിന് ഫുൾ ആബ്സലൂട്ട് അധികാരമാണ്. ഓക്കെ, പ്രസിഡൻറ്റിന് ആബ്സലൂട്ട് പവറാണ് അതിനകത്ത്. ഓക്കെ, ആബ്സലൂട്ട് വീറ്റോയ്ക്കകത്ത് പ്രസിഡൻറ്റിനകത്ത് ആബ്സലൂട്ട് പവറാണ്. ഓക്കെ, പ്രസിഡൻറ്റിന് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ ആബ്സലൂട്ട് വീറ്റോ പറ്റുന്നത്? 2 സാഹചര്യങ്ങളാണ്. ഓക്കെ, സോ ഏതൊക്കെ സാഹചര്യങ്ങളാണ്? 2 സാഹചര്യങ്ങളിൽ. ഒന്നെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കണം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കണം. ഓക്കെ, പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മെമ്പർ ബില്ലായിരിക്കണം. 2 പറയുന്നത് റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ്. ഓക്കെ, 2 പറയുന്നത് റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ്. ഓക്കെ, റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ്. ഓക്കെ, റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ് ആരാണ്? ഫസ്റ്റ് ഓഫ് പ്രൈവറ്റ് മെമ്പർ ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിൽ നമുക്ക് ഏകദേശം അത്യാവശ്യം 10-30ഓളം മന്ത്രിമാരുണ്ടെന്നറിയാം. ഓക്കെ, ഈ 10-30ഓളം മന്ത്രിമാരൊഴികെ ബാക്കി ഉള്ള എം പിമാരെ നമ്മൾ പറയുന്നതാണ്, ലോക്സഭയിലുള്ള എം പിമാരെ നമ്മൾ പറയുന്നതാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സിന്. ഓക്കെ, സോ ഈ പ്രൈവറ്റ് മെമ്പർ ബില്ല് നമ്മുടെ പ്രസിഡൻറ്റിന് ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കേസ് അത്. ഓക്കെ, സോ പ്രൈവറ്റ് മെമ്പർ ബില്ല് എപ്പോഴാണ് നമ്മുടെ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രൈഡേസിലാണ്. ഓക്കെ, ഫ്രൈഡേ നൂൺ സെക്ഷനിലാണ് ഈ പ്രൈവറ്റ് മെമ്പർ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി റെസിഗ്നേഷൻ ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, റെസിഗ്നേഷൻ ഓഫ് ദ ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ BJP ഗവൺമെൻറ് ഉണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ BJP ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ BJP ഗവൺമെൻറ് സപ്പോസ് ഏതെങ്കിലും ഒരു കേസിൽ, ഇപ്പോൾ സപ്പോസ് എടുക്കുക GST എടുക്കുക, GSTയിൽ ഒരു അമെൻമെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, നിയമം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മുടെ ബില്ല് പാസ്സായി പ്രസിഡൻറ്റിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടി കൊടുത്തു. ഓക്കെ, പാസ്സാകുകയും ചെയ്തു, പ്രസിഡൻറ്റിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരികയും നമ്മുടെ ഈ BJP ഗവൺമെൻറ് താഴെ പോവുകയും ചെയ്യും. ഓക്കെ, നോ കോൺഫിഡൻസ് മോഷൻ വരുന്നു, നമ്മുടെ BJP ഗവൺമെൻറ് എന്ത് ചെയ്തു? അവർ താഴെ പോയി. ഓക്കെ, അവർ താഴത്തേക്ക് പോയി. തൊട്ടടുത്തതായിട്ട് സപ്പോസ് നമ്മുടെ കോൺഗ്രസ്, ഓക്കെ,
കോൺഗ്രസ് അധികാരത്തിൽ വേണ്ടി വന്നു. ഓക്കെ, നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. നമ്മുടെ ഒരു നിയമസഭയിൽ ഒരു ബില്ല് പാസ്സായി. ആ നിയമസഭയിൽ പാസ്സായിട്ടുള്ള ബില്ല് പ്രസിഡൻറ്റിന് വേണ്ടി കൊടുത്തു. പ്രസിഡൻറ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡൻ്റെ കയ്യിൽ ആ ബില്ലിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ആ പർട്ടിക്കുലറായിട്ടിരുന്ന് ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് താഴെ വീഴുന്നു. ആ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നു. തൊട്ടടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോൾ തൊട്ടടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്തേക്കും ആ സർക്കാരിന് പറയാം പ്രസിഡൻറ്റിനോട് ആ പർട്ടിക്കുലർ ബില്ലിനകത്ത് ഒപ്പ് വയ്ക്കേണ്ടതില്ല എന്ന്. സോ കിട്ടിയോ? ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രസിഡൻറ്റിന് ആബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് പ്രൈവറ്റ് മെമ്പർ ബില്ലും, രണ്ടാമത്തായിട്ട് ഒരു സർക്കാർ റിസൈൻ ചെയ്ത് പോകുന്ന സമയത്തേക്ക് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ബില്ലിനും അടുത്ത ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ് പറയുന്നു ഇതിനകത്ത് സൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്ന സാഹചര്യത്തിൽ. ഓക്കെ, ഈ രണ്ട് സാഹചര്യങ്ങളാണ് പ്രസിഡൻറ്റിന് ആബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാവുന്നത്. ഓക്കെ, അടുത്തതായിട്ടുള്ളതാണ് സസ്പെൻസീവ് വീറ്റോ. നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നതാണ് സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, സസ്പെൻസീവ് വീറ്റോ രണ്ടാമതായിട്ട് പഠിക്കുന്ന വീറ്റോ ആണ് എന്തെന്ന് പറയുന്നത് സസ്പെൻസീവ് വീറ്റോ. ഓക്കെ, എന്താണ് സസ്പെൻസീവ് വീറ്റോ? സസ്പെൻഡ് ചെയ്യും, നോട്ട് ആബ്സല്യൂട്ട് ആണ്. ഓക്കെ, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരു ബില്ല് വന്നു. ഓക്കെ, പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരു ബില്ല് വന്നു. പ്രസിഡൻറ്റ് അത് എന്ത് ചെയ്യും? പ്രസിഡൻറ്റ് അത് നേരെ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കും. ആരുടെ കയ്യിലേക്ക്? നമ്മുടെ പാർലമെൻറ്റിലേക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, പ്രസിഡൻറ്റ് കയ്യിലൊരു ബില്ല് വന്നു. പ്രസിഡൻറ്റ് അത് പാർലമെൻറ്റിലേക്ക് കൊടുക്കുന്നു. പാർലമെൻറ്റ് എന്ത് ചെയ്യും? അതിനകത്ത് പ്രസിഡൻറ്റ് കുറച്ച് കാര്യങ്ങൾ പറയും, ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്താം എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ പാർലമെൻറ്റ് അതിനകത്ത് ഏതർ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. ചേഞ്ചസ് അവർക്ക് വേണമെങ്കിൽ വരുത്താം, എന്നാൽ ചേഞ്ചസ് അവർക്ക് വരുത്താതെ ഇരിക്കാം. ചേഞ്ചസ് വരുത്തിയോ വരുത്താതെയോ ഈ പ്രസിഡൻറ്റിന് ഈ ബില്ല് തിരിച്ചയക്കും. ഓക്കെ, പാർലമെൻറ്റ് പ്രസിഡൻറ്റിന് ഈ ബില്ല് തിരിച്ചയക്കും. അങ്ങനെ പ്രസിഡൻറ്റ് കയ്യിലെത്തുന്ന ബില്ല് പ്രസിഡൻറ്റിന് സൈൻ ചെയ്തേ മതിയാകത്തുള്ളൂ. ഓക്കെ, ഇതാണ് സസ്പെൻസീവ് വീറ്റോ. സോ അങ്ങനെ നമ്മുടെ ആദ്യമേ പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് ഒരു ബില്ല് എത്തുന്നു. പ്രസിഡൻറ്റ് എന്ത് ചെയ്യുന്നു? പ്രസിഡൻറ്റ് പാർലമെൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടി പാർലമെൻറ്റിലേക്ക് അത് തിരിച്ചയക്കുന്നു. ഇന്ന കാര്യങ്ങൾ വരെ അങ്ങനെ വരുന്ന ആ ബില്ല് സിമ്പിൾ മെജോറിറ്റിയിൽ, ഓക്കെ, സിമ്പിൾ മെജോറിറ്റി, ഈ കാര്യം ഓർത്തിരിക്കും. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയിൽ മാത്രം അത് പാസ്സയച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയിൽ മാത്രം ആ ബില്ല് പാസ്സായാൽ മതി. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. സസ്പെൻസീവ് വീറ്റോ പ്രകാരം പ്രസിഡൻറ്റ് അയക്കുന്ന ബില്ല് വീണ്ടും പാർലമെൻറ്റിലെത്തി സിമ്പിൾ മെജോറിറ്റി പ്രകാരം മാത്രം അത് പാസ്സായാൽ മതി. അങ്ങനെ പാസ്സായി നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുവാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ ഒപ്പ് വെച്ചേ മതിയാവുകയുള്ളൂ. ഓക്കെ, അതുകൂടാതെ ഓർത്ത് വെക്കുക, നമ്മുടെ മണി ബില്ലുണ്ടല്ലോ, മണി ബില്ല് നമ്മുടെ പ്രസിഡൻറ്റിന് തിരിച്ചയക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. പാർലമെൻറ്റിലേക്ക് തിരിച്ചയക്കുവാൻ വേണ്ടി നമ്മുടെ പ്രസിഡൻറ്റിന് സാധിക്കത്തില്ല. മണി ബില്ല് പാർലമെൻറ്റിൽ തിരിച്ചയക്കാൻ പ്രസിഡൻറ്റിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ ഈ സസ്പെൻസീവ് വീറ്റോ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലില്ലാത്ത നമ്മുടെ US പ്രസിഡൻറ്റിലുള്ള ക്വാളിഫൈഡ് വീറ്റോ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്വാളിഫൈഡ് വീറ്റോ പഠിക്കണമെങ്കിൽ സസ്പെൻസീവ് വീറ്റോ അറിയാമെങ്കിൽ മതി. നമ്മൾ പറഞ്ഞു നേരത്തെ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതിയെന്ന്. നമ്മുടെ ഇന്ത്യയിൽ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ വീറ്റോ അയക്കുന്നത് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതിയെന്നാണ്. ക്വാളിഫൈഡ് വീറ്റോയിലാണെങ്കിൽ അത് സിമ്പിൾ മെജോറിറ്റി പോരാ, സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റി. ഓക്കെ, സ്പെഷ്യൽ മെജോറിറ്റിയിലൂടെ വേണം പാസ്സാകാൻ വേണ്ടി. എവിടെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ളതാണ് ക്വാളിഫൈഡ് വീറ്റോ. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കുന്നതെങ്കിൽ അവിടെ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഒരു സ്പെഷ്യൽ ഇതുണ്ട്, അതിനകത്ത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണം. ഇതിനാണ് നമുക്ക് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിലില്ല, നമ്മുടെ US പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, ആ കാര്യം ഓർത്തുക. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ള മൂന്നാമത്തെ വീറ്റോയാണ് എന്തെന്ന് പറയുന്നത് പോക്കറ്റ് വീറ്റോ. ഓക്കെ, പോക്കറ്റ് വീറ്റോ. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ള മൂന്നാമത്തെ വീറ്റോയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് പോക്കറ്റ് യൂസ് ചെയ്യുന്നത്? പോക്കറ്റ് എന്ന് പറഞ്ഞത് ടു സ്റ്റോർ തിങ്സ്. ഓക്കെ, ടു സ്റ്റോർ തിങ്സ് ആണ്. ഓക്കെ, നമ്മൾ വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പോക്കറ്റ് യൂസ് ചെയ്യുന്നത്. പോക്കറ്റിൽ നമ്മൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. ഓക്കെ, സോ ആ ബേസിക് കൺസെപ്റ്റ് അതോർത്തുക. പക്ഷേ നമ്മളൊരു തമാശയ്ക്ക് പറയും, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പോക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പോക്കറ്റിനേക്കാളും ഭയങ്കര വലുതാണ്. ഓക്കെ, അതായത് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ് ഒരു സാധനം അങ്ങനെ എത്തുന്നെങ്കിൽ അയാൾക്കത് 10 ദിവസമേ കയ്യിൽ വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ അയാൾ അതിനകത്ത് അസസ്മെൻറ്റ് നൽകണം. ഓക്കെ, സോ ആ കാര്യം ഓർത്ത് വെക്കുക. എന്തെങ്കിലും ആക്ഷൻ ആ 10 ദിവസത്തിനുള്ളിൽ USയുടെ പ്രസിഡൻറ്റ് എടുത്തു വരികയും. ഓക്കെ, സോ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്തേക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് ഒരു ബില്ല് കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ബില്ല് എത്ര കാലം വേണേലും ഇന്ത്യൻ പ്രസിഡൻറ്റിന് അദ്ദേഹത്തിന് ആ ബില്ല് കയ്യിൽ വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, പക്ഷേ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ,
അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്ന ഒരു ബില്ലെന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാന്ന് വരിക. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലാണെങ്കിൽ അദ്ദേഹത്തിന് പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ പ്രസിഡൻ്റിൻ്റെ കയ്യിലെത്തുന്ന ബില്ല് ഒരു പോക്കറ്റ് വീറ്റോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, മറ്റ് ബാക്കി രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പോക്കറ്റ് വീറ്റോ അദ്ദേഹം ഇപ്പോൾ അതിനകത്ത് ഒരു ആക്ഷനും എടുക്കാതെ അത് നീട്ടിക്കൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ഈ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഏതൊക്കെ സാഹചര്യത്തിലാണ്? എക്സെപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലിനകത്ത് അദ്ദേഹത്തിന് പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആയിരിക്കുക ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓക്കെ, ഗ്യാനി സെയിൽ സിംഗ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്. അത് ഏതിനകത്താണ്? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിനകത്താണ്. ഓക്കെ, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിനകത്താണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത്. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചത് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. അത് കഴിഞ്ഞ് വന്ന ഗവൺമെൻറ് അത് പാസ്സാക്കുകയും ചെയ്തു എന്നുള്ള കാര്യം ഓർത്തു കേട്ടോ. സോ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ എത്രയൊക്കെ വീറ്റോകളാണ് നമുക്കുള്ളത്? നമുക്ക് ഒന്നെന്ന് പറയുന്നത്, നമുക്ക് 3 തരത്തിലുള്ള വീറ്റോകളാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ളത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ആബ്സലൂട്ട് വീറ്റോ. അദ്ദേഹത്തിന് ആബ്സലൂട്ട് ആയിട്ടുള്ള പവർ ഉണ്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടി. ഏതൊക്കെയാണ്? ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലാകുന്ന സമയത്തും റെസിഗ്നേഷൻ ഓഫ് ഗവൺമെൻറ് വരുന്ന സമയത്തേക്ക്. രണ്ടാമതായിട്ടാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു ബില്ലെത്തുന്നു, അദ്ദേഹം പാർലമെൻറ്റിൻ്റെ കൺസിഡറേഷൻ തിരിച്ചയക്കുന്നു. അങ്ങനെ തിരിച്ചയക്കുന്ന ബില്ല് പാർലമെൻറ്റ് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുന്നു. നമുക്ക് തിരിച്ച് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കുന്നു, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ ബില്ല് പാസ്സാക്കിയേ മതിയാവുകയുള്ളൂ. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച വീറ്റോ ആണ് പോക്കറ്റ് വീറ്റോ. ക്വാളിഫൈഡ് വീറ്റോ ഉണ്ട്, അദ്ദേഹം പറയാം. മൂന്നാമതായിട്ട് പഠിച്ച വീറ്റോ ആണ് പോക്കറ്റ് വീറ്റോ. ഓക്കെ, പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലല്ലാത്ത ഏതൊരു ബില്ലും നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് കയ്യിൽ എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇനി ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്, USA പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ളൂ. നമ്മുടെ ഇവിടുത്തെ സസ്പെൻസീവ് വീറ്റോയ്ക്ക് അത് സിമ്പിൾ മെജോറിറ്റിയാണ് വേണ്ടതെങ്കിൽ അമേരിക്കയിൽ അത് സ്പെഷ്യൽ മെജോറിറ്റിയാണ്. അതിനാണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വീറ്റോ പവറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഓക്കെ.